ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചി രേവതി വക്കീലിനെ പോയി കാണുന്ന സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, ഈ ഒരു കേസ് പണമൊന്നും മുടക്കാതെ തന്നെ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും, അതിന് നിങ്ങളുടെ അമ്മ ശരത്തിൻ്റെ പേര് കേസൊന്നും ഇല്ല എന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതി തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ സച്ചി രേവതിയും അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വക്കീൽ പറയുകയാണ്, അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ല, അവരുമായിട്ടും സംസാരിച്ച് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവിയുടെ കാര്യം ഓർമ്മയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാൽ രവി പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര കേൾക്കാതിരിക്കില്ല എന്നുള്ള കാര്യം സച്ചിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അച്ഛനോട് പറഞ്ഞ് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് രേവതി സച്ചി അവിടെ നിന്ന് പോകുന്നത്. വീട്ടിലേക്ക് ചെന്നതിന് ശേഷം സച്ചി രവിയോടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയുമായിട്ട് സംസാരിക്കണമെന്നൊക്കെ പറയുന്ന നേരത്ത് ആദ്യമൊക്കെ രവി സമ്മതിക്കുന്നില്ല. കാരണം ഒരിക്കലും ഒരു തെറ്റ് ചെയ്തതിന് ന്യായീകരിച്ച് സംസാരിക്കുന്നൊരു വ്യക്തിയല്ല രവി. എന്നിരുന്നാലും രേവതി പറയുന്നുണ്ട്, അച്ഛൻ പറയുന്ന എല്ലാം തന്നെ എനിക്ക് ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക, എൻ്റെ സ്വന്തം അനിയനാണ് അവനിങ്ങനെ ജയിലിലേക്ക് തള്ളിവിടാൻ എനിക്ക് ആവില്ല അച്ഛൻ. അവനിപ്പോൾ ഒരു നല്ല സ്വഭാവത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അവനൊരു ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഭാവി എന്താവും, ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കേണ്ട അച്ഛനല്ലേ എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും രവിക്ക് ഒരു മനസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ശ്രുതി അവിടെ ഉണ്ടാവും. അപ്പോൾ ശ്രുതി വന്നതിന് ശേഷം ഒരിക്കലും ശരത്തിന് ജാമ്യം കൊടുക്കരുത് എന്ന രീതിക്ക് തന്നെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വരിക. സച്ചി ശ്രുതിയെ തല്ലാനായിട്ട് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം രവിയാണ് കേട്ടോ രണ്ടുപേരെ മാറ്റുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും പണ്ട് മുതൽ ഇവന് ബാക്കിയുള്ളവർ ജയിലിലേക്ക് പറഞ്ഞു വിടുന്ന ഭയങ്കര ഉത്സാഹമുള്ള കാര്യമാണെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനാവുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് സച്ചിയുടെയും രവിയുടെയും ശ്രുതിയുടെയും മുഖഭാവം നല്ല രീതിയിൽ തന്നെ രേവതി ശ്രദ്ധിച്ച് കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ മുൻകാലത്ത് എവിടെയോ എന്തൊരു സംഭവം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ എന്താണെന്നത് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്രുതിയും സച്ചിയും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് സച്ചി ജയിലിൽ പോയത് എന്നുള്ളൊരു കാര്യം ആ ഒരു സമയത്ത് രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അക്ഷരം പോലും മിണ്ടാനാകാതെ തന്നെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം രേവതി സച്ചിയും കൂടെ കൂടിയിട്ട് രവിയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം രവി ചന്ദ്രയുമായിട്ട് സംസാരിക്കാമെന്ന് സമ്മതിക്കുകയാണ്. ഇതേ സമയം തന്നെ ചന്ദ്രയാകട്ടെ രവിയേട്ടെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെന്തിനാ നീ ഇങ്ങോട്ടേക്ക് പിണങ്ങി വന്നത് എന്ന് ഭാമ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ലക്ഷ്യമുണ്ട് ഭാമ, ഇതാണ് കൃത്യമായ സമയം, അത് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നൊക്കെ ഭാമയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. യാദൃച്ഛികമായി തന്നെ രവിയെ കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചന്ദ്ര വിചാരിക്കുന്ന തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് രവിയേട്ടൻ വന്നിരിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് രവിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഭാമയാണെങ്കിൽ വാതിൽ തുറന്നു കൊടുത്തതിന് ശേഷം രവിയോട് വിശേഷങ്ങളും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം താൻ കടയിലേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ. പിന്നീട് രവിയും ചന്ദ്രയും കൂടി പരസ്പരം സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, രവിയേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം എന്തിനാ, നീ നിൻ്റെ ഇഷ്ടത്തിനല്ലേ നീ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്, അതുപോലെ തന്നെ നീ നിൻ്റെ ഇഷ്ടത്തിന് എപ്പോഴാണ് തോന്നുന്നത് അന്നേരം തിരികെ വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെന്തിനാ രവിയേട്ടൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. തൻ്റെ ആവശ്യമായ ശരത്തിനെ അപ്പം തൻ്റെ ആവശ്യം രവി ചന്ദ്രയോട് പറയുന്ന സമയത്ത് അപ്പം അതിന് വേണ്ടി വന്ന ആളല്ലേ, അത് ആ പൂക്കാരി അവരുടെ കുടുംബത്തിനുള്ള സ്നേഹം കൊണ്ട് വന്നതാണല്ലേ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല, ഞാൻ വിചാരിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതായിരിക്കുമെന്നും, എന്തായാലും അവന് ജാമ്യം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നാലും പരമാവധി താഴ്മയോടുകൂടി തന്നെ രവി ശരത്തിന് ജാമ്യം നൽകണമെന്നും നമ്മുടെ മക്കളിൽ ഒരാളെ പോലെ തന്നെ ശരത്തിനെ കണ്ട് നമ്മുടെ മക്കൾ തെറ്റ് ചെയ്ത് നമ്മൾ ക്ഷമിക്കുക, അതേ രീതിയിൽ തന്നെ അവനോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര അമ്പിനും തുമ്പിനും അടക്കുന്നില്ല. അവസാനം ചന്ദ്ര പറയുന്നത്, എന്തായാലും രവിയേട്ടൻ ഇത്ര താഴ്മയോടുകൂടി സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കാം, പക്ഷേ എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ തൻ്റെ ആവശ്യമെന്ന് രവി ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ ആ കേസ് പിൻവലിച്ച ഉടനെ തന്നെ രേവതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്ന് പറയുമ്പോഴത്തേക്ക് രവി ഒന്ന് നടുങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി ചോദിക്കുന്നു, രേവതി ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ കാര്യം എന്താവും, നിനക്കറിയാലോ, രേവതിയാണ് ആ വീടിന് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ആ വീട്ടിൽ രേവതി കാരണം നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ രവി പറയുന്നുണ്ടെങ്കിലും തൻ്റെ ആവശ്യം ഇതാണെന്നും ഇതല്ല എന്നാണ് താൻ കേസ് പിൻവലിക്കാൻ തയ്യാറല്ല എന്നും ചന്ദ്ര പറയുമ്പോഴത്തേക്കും രവി വേഗം പോകാനൊരുങ്ങാട്ടെ. പെട്ടെന്ന് തന്നെ ചന്ദ്ര ചോദിക്കുന്നത്, രവിയേട്ടൻ പോവുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനെന്തിനും ഇവിടെ നിന്നിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കുന്നില്ല, പക്ഷേ ചന്ദ്ര നീ ഒരു കാര്യം ഓർത്തോ, ഇന്നും നിൻ്റെ ജീവിതം ഇതേ രീതിക്ക് ആവുകയില്ല എന്നൊരു താക്കീത് നൽകുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിലും രവി പറഞ്ഞത് കേൾക്കാനായിട്ട് സങ്കടമുണ്ട്. എന്നാൽ തൻ്റെ വാശി ഇപ്പോൾ കൃത്യമായി തന്നെ സച്ചിയെ രേവതിയും പുറത്തിറക്കാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ തൻ്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചിക്ക് വേണ്ടിയിട്ട് ചായ രേവതി കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് തനിക്ക് വേണ്ട എന്ന് സച്ചി മറുപടി പറയുന്ന ആ ഒരു സമയം തന്നെയാണ് ശ്രീകാന്ത് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ വർഷ രേവതിയുടെ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഒന്നും അറിയാതെയാണ് താൻ പെരുമാറിയത്,
ശ്രീകാന്ത് പറഞ്ഞപ്പോഴാണ് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ നിനക്ക് മനസ്സിലായതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല സച്ചിയായിട്ട് അന്നത്തെ ഒരു സംഭവത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ ശ്രീകാന്ത് പറഞ്ഞു തന്നിരുന്നു. ശരത്ത് ശരിക്കും പറഞ്ഞ ആ ഒരു വാശിയുടെ പേര് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രേവതി ചേച്ചി അന്ന് ഒറ്റപ്പെടുത്തി സംസാരിച്ച് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ വർഷ പറയുകയാണ് കേട്ടോ. കൂടുതൽ തന്നെ ശ്രീകാന്ത് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും ഞാൻ രേവതിയേട്ടത്തിനെ തള്ളിപ്പറഞ്ഞ് സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്ന നേരത്ത് എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഈ ഒരു കേസ് പിൻവലിക്കണമെന്നാണെങ്കിൽ അമ്മ തന്നെ മുന്നിട്ടിറങ്ങണമെന്നൊക്കെയാണ് സച്ചി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രവിയെ കാണുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ കേൾക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ രവിയുടെ വായിൽ നിന്ന് കേൾക്കാനുള്ള ആ ഒരു വാക്കുകൾക്ക് വേണ്ടിയുള്ള ആകാംക്ഷയോട് കൂടി തന്നെ സച്ചി വെയിറ്റ് ചെയ്യണം. എന്നാൽ രവി ആകട്ടെ വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ സച്ചിയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.